ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആചാര്യസ്വാമികളുടെ ഉപദേശം അവസാനത്തെ ഒരു ശ്ലോകത്തോടു കൂടി അവിടെ ഉപദേശം തീർന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഈ വിവേക ചൂടാമണി ഫുള്ളായിട്ടും ഒരു ഗുരു ശിഷ്യ സംവാദ രൂപമായിട്ടല്ല അവതരിക്കപ്പെട്ടത്. പക്ഷെ ഇടയില് ഒരു ശിഷ്യൻ 7 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും അതിന് ആചാര്യസ്വാമികൾ മറുപടി പറയുന്നതായിട്ടുമെല്ലാം നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ശിഷ്യൻ തനിക്ക് ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് കിട്ടിയ ആ കാര്യങ്ങളെ ആ അനുഭവം വെച്ചുകൊണ്ട് എന്ത് പരിവർത്തനമാണ് അവനവനിൽ ഉണ്ടായത് എന്ന് ആ ശിഷ്യൻ പറയുകയാണ്. അതിന് ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത് ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത് നിത്യാനന്ദസ്വരൂപോഹം പൂർണ്ണോഹം ത്വദനുഗ്രഹാത്. ഈ ഒരു അവസ്ഥ വരണം നമുക്കും. നമ്മളും ശങ്കരാചാര്യരുടെ ഫുൾ വിവേക ചൂടാമണി ഉപദേശം കേട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത് നിത്യാനന്ദസ്വരൂപോഹം പൂർണ്ണോഹം ത്വദനുഗ്രഹാത്. വളരെ നല്ല ഒരു ശ്ലോകം. ധന്യോഹം കൃതകൃത്യോഹം, അഹം ധന്യഃ, ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ ഭാഗ്യശാലിയാണ്, ഇതിൽ കൂടുതൽ എനിക്ക് ഇനിയൊന്നും ലഭിക്കാനില്ല, ധന്യനായി. അഹം കൃതകൃത്യഃ. അതെന്താ അങ്ങനെ? കൃതകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടതിനാണ് കൃത്യ എന്ന് പറയുക. കൃതം ചെയ്തത്. കൃതകൃത്യ എന്നാൽ എന്താണോ ചെയ്യപ്പെടേണ്ടത് അത് ചെയ്യപ്പെട്ടു. ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറയില്ലേ, അത് തന്നെ. ചെയ്യേണ്ടത് ചെയ്തു. ഈ ജീവിതത്തില് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നറിഞ്ഞ് അതിനുവേണ്ടി ഉള്ള മാർഗത്തെ തിരഞ്ഞെടുത്ത് വേദാന്തം അതിനുള്ള മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേദാന്തത്തിലേക്ക് പ്രവേശിച്ച് അതിൽ കൂടി കിട്ടാകുന്ന അറിവുകളെല്ലാം നേടി മനസ്സിനെ ജ്ഞാനം വഴിയിലേക്ക് നയിച്ച് അതില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ ശിഷ്യൻ. നമ്മൾ അത്ര എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറയിട്ടില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് അവകാശപ്പെടാം. സാധനകളൊക്കെ യമനിയമങ്ങളും എല്ലാം ചെയ്യുന്ന സാധനകളൊക്കെ ചെയ്യുന്ന ഒരു സാധകന് ആചാര്യസ്വാമിയുടെ ഈ ശിഷ്യൻ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും പറയാൻ പറ്റും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രായത്തിൽ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ കുറച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ നോക്കാം, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ജീവിതത്തിൽ എന്ന് നമ്മൾ വെറുതെ പറയാറുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി സ്വല്പം
ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ചെയ്യേണ്ടത്, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ചെയ്യേണ്ടത് കടമകളെ കുറിച്ചാണ്. കടമകൾ തീരട്ടെ എന്നാണ് നമ്മുടെ ഒരു പരിപാടി. അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അന്തിമ ലക്ഷ്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറേയില്ല. പ്രാരബ്ധത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് പ്രായമായി വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആവുമ്പോഴാണ് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞ് എൻ്റെ കടമയൊക്കെ കഴിഞ്ഞു, ഇനി ഈശ്വര വിചാരം ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല ഈശ്വര വിചാരം ചെയ്യാണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത് സമയവും ഈശ്വര വിചാരം ചെയ്യാം. അതിനാണ് ഭഗവാൻ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക്, ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുക. ശരിക്കും കർമ്മയോഗമാണ് അതിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. കാരണം നമുക്ക് കർമ്മം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ശരീരം കിട്ടിയിരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനായിട്ടാണ്. അപ്പോ കർമ്മത്തെ യോഗമാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. കർമ്മത്തെ യോഗമാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഇത് ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്ന, ഈ ജന്മത്തിൽ തന്നിരിക്കുന്ന ജോലിയാണിത്. ഇത് ഞാൻ ഈശ്വരനായി സമർപ്പിക്കുന്നു. ഇതിന്റെ ഫലം എന്തു തന്നെയാണെങ്കിലും അത് ഈശ്വരനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ജോലി ഞാൻ ഈശ്വരൻ സമർപ്പിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്താൽ ഇവിടെ പിന്നെ വേറെ യാതൊന്നും അന്തിമ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ നമുക്കത് പറ്റാറില്ല. അവിടെ എല്ലാം നമ്മൾ ഞാൻ ചെയ്യുന്നു, അഹങ്കാരം കയറി വന്നാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും അഹങ്കാരത്തിൽ നിന്നാണ്, അഹങ്കാരത്തിലാണ് നടക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഈശ്വരനെ സ്മരിക്കാൻ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹം കിട്ടാൻ ഈശ്വരനാമം ചൊല്ലുകയും ഈശ്വരനെ പൂജിക്കുകയും ഈശ്വരന് വഴിപാട് ചെയ്യുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ട് ഈശ്വരനെ പ്രത്യേകം കണ്ടുകൊണ്ട്, ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരാളായി കണ്ടുകൊണ്ട് അവിടെ പ്രാർത്ഥനകളും പൂജകളും ജപങ്ങളും ചെയ്യും. അപ്പോ ഇവിടെ ഒരു പ്രശ്നം, അപ്പോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാമജപം ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചിലർ പറയും ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നാമം ചൊല്ലിക്കൊണ്ടാ ചെയ്യുന്നേ. ശരി, നാമം ചൊല്ലുന്നത് നല്ലത് തന്നെ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ 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 ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ, പൂർണ്ണമായ ശ്രദ്ധ ആ ജോലിയിൽ മാത്രമായിരിക്കും. അല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്താൽ അത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയുമല്ല. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഫുൾ കോൺസെൻട്രേഷനോട് കൂടി തന്നെ ചെയ്യണം. അതാണ് ധർമ്മം. ഇപ്പോ വീട്ടിലൊരു ഭക്ഷണം പാകം ചെയ്യുകയാണ്, നാമം ചൊല്ലിക്കൊണ്ട് പാകം ചെയ്യുന്നപ്പോ രണ്ട് കാര്യവും നടക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന രണ്ടും നടക്കുന്നില്ല. ശ്രദ്ധ ശരിക്കും നമ്മൾ പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിൽ തന്നെയായിരിക്കും നമ്മുടെ പൂർണ്ണ ശ്രദ്ധ, അല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റാത്തതായി മാറും. അപ്പൊ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു സൈഡില് നാമജപവും കൂടെ പോകുന്നുണ്ട് എന്നല്ലാതെ ആ നാമജപത്തിൽ ഈശ്വരനെ പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഉള്ള ഒരു ജപമല്ല അവിടെ നടക്കുന്നത്. അത് യാന്ത്രികമായിട്ട് പോകുന്നൊരു ജപമാണ്. അവിടെ ശ്രദ്ധ മുഴുവൻ ആ ജോലിയിലാണ്. അത് തെറ്റല്ല. പക്ഷേ എവിടെയാണ് തെറ്റ്? നാമം ഞാൻ ചൊല്ലുന്നുണ്ട്, ഭക്ഷണം ഞാൻ പാകം ചെയ്യുന്നു. ഇവിടെ ആ ഭക്ഷണം പാകം ചെയ്യലില് ഞാൻ ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം വരുന്നത്. അവിടെ എന്ത് ചെയ്യണം? ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഒന്നിലേ പറ്റുള്ളൂ. ഒരു സമയത്ത് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംശയവും ഇല്ല. അല്ലെങ്കിൽ രണ്ട് കാര്യത്തിലും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു കാര്യമേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഒരാൾക്ക് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി ഉണ്ടാവുക? ചെയ്യുന്ന ആ ജോലി, ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ, അങ്ങ് തന്നിരിക്കുന്ന ഈ ജോലി ഞാനിതാ ചെയ്യുന്നു, ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു
ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ആയതുകൊണ്ട് ഞാനിത് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ആ ഭക്ഷണം ഉണ്ടാക്കുക. അതിനിടയിൽ ജപിക്കാനൊന്നും പോകേണ്ട ഒരു അത്യാവശ്യമില്ല. അതിനിടയ്ക്ക് ജപിക്കുക, കുറെ കാണാപ്പാടം പറയുക, അല്ലെങ്കിൽ കുറെ വീഡിയോ കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറെ ഓഡിയോ കേട്ടോണ്ട് ജീവിക്കുക. അതുകൊണ്ട് കാര്യമില്ല. അതിനെക്കാട്ടും ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവും ആ കർമ്മത്തെ ഈശ്വരന് സമർപ്പിക്കലാണ്. അതാണ് കർമ്മയോഗം. അർജുനനോട് പറഞ്ഞു, നീ നാമം ചൊല്ലിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ല. ഓരോ അമ്പ് വിടുമ്പോൾ കൃഷ്ണ എന്ന് വിളിച്ചോണ്ട് വിടാനൊന്നും പറഞ്ഞിട്ടില്ല. ആ യുദ്ധത്തെ ശ്രദ്ധിക്കുക, യുദ്ധത്തിൽ പഠിച്ചത് മുഴുവൻ പ്രയോഗിക്കുക, വീരശൂര പരാക്രമയായിട്ട് യുദ്ധം ചെയ്യുക. വില്ലാളി വീരനാണ് നീ യുദ്ധം ചെയ്യുക, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോ ആ യുദ്ധം ഭഗവാൻ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടി സമർപ്പിച്ച് ചെയ്യുന്നു? ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞ് ഞാൻ അനുസരിക്കുന്നു, ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം അതാണ്. നമ്മൾ ചെയ്യേണ്ടതും അതാണ്. ചെയ്യുന്ന ജോലി മുഴുവൻ ഈശ്വരന് സമർപ്പിക്കുക. ഏറ്റവും നല്ലതല്ലേ? ആ പൂർണ്ണമായിട്ട് അതിനെ സമർപ്പിച്ചാൽ പിന്നെ മനസ്സിന് എന്തെങ്കിലും വേറെ ചിന്തകൾ വരുമോ? ഒന്നും വരില്ല. അത് കഴിഞ്ഞ് ആ ജോലി കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈശ്വരനെ ജപിക്കുക. ഒരു ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലിക്ക് ഇന്റർവെല് കിട്ടും, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം വ്യക്തമായൊരു സമയം ഉണ്ടാവും പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. അടുപ്പിലൊരു സാധനം വെച്ചിട്ട് അതിപ്പോ പൊങ്ങിപ്പോവോ, അടുപ്പ് കഴിഞ്ഞ് കെടുവോ, ഗ്യാസ് പ്രശ്നമാവോ, ലീക്കാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ജപിക്കുന്നതിന്റെ ഇടയിൽ എണീറ്റ് ഓടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ജപമൊന്നും പൂർണ്ണ ഫലത്തെ തരില്ല. നല്ലത് തന്നെ, അതിന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുമായിരിക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് കിട്ടില്ല. ഒരു നാമവും വെറുതെ പോകില്ല എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷെ ആ നാമം എങ്ങനെയായിരിക്കണം? ഒരു നാമവും വെറുതെ പോകില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് മറ്റുള്ള വാക്കുകൾ ഉച്ചരിക്കുന്ന പോലെ തന്നെ ആയി പോവില്ലേ നാമവും? അങ്ങനെയല്ലല്ലോ നാമം ജപിക്കേണ്ടത്. സാധാരണ മറ്റു നമ്മുടെ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന പോലെയുള്ള പദപ്രയോഗമാണോ നാമത്തിന്റെ? ഇല്ല. നാമം എപ്പോഴും നാമി തന്നെയാണ് നാമം. നാരായണ എന്ന് പറഞ്ഞാൽ അത് നാരായണനാണ്. നാരായണന്റെ രൂപം അവിടെ ഉണ്ടാകണം മനസ്സിൽ. അത് കണ്ടുകൊണ്ട് വേണം ചൊല്ലാൻ. നമഃശിവായ എന്ന് പറയുമ്പോ സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ രൂപം മുന്നിൽ ഉണ്ടാകണം, മനസ്സിൽ ഉണ്ടാകണം. അല്ലാതെ നമഃശിവായ പറഞ്ഞിട്ട് എന്താ കാര്യം? മറ്റുള്ള വാക്ക് ചക്ക മാങ്ങ എന്ന് പറയുന്ന പോലെ ആയി പോവില്ലേ? അപ്പൊ പോലും നമുക്ക് രൂപമുണ്ട്. ചക്ക എന്ന് പറയുമ്പോൾ ചക്കയുടെ രൂപം മനസ്സിലുണ്ട്, മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങയുടെ രൂപമുണ്ട്. അതുപോലെ നാരായണ എന്ന് പറയുമ്പോൾ ആ രൂപം വരണം. പക്ഷെ അങ്ങനെ വരാറുണ്ടോ? ലൗകിക കാര്യങ്ങളുടെ കാറ് എന്ന് പറയുമ്പോൾ കാറിന്റെ രൂപം മനസ്സിൽ വരും. അത് ഇന്ന കാറ് എന്ന് പറയുമ്പോൾ അത് വരും. ബസ് എന്ന് പറയുമ്പോൾ വരും. ഓരോ ബസ്സിന്റെ പേര് പറഞ്ഞിട്ട് വരുമ്പോൾ ആ ബസ്സിന്റെ രൂപം മനസ്സിൽ വരും. ഇതുപോലെ ഈശ്വരന്റെ രൂപം വരാറുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മേ ദേവി എന്ന് പറയുമ്പോൾ ആ രൂപം കറക്റ്റ് മനസ്സിൽ വന്നിട്ടുണ്ടോ? യാന്ത്രികമായിട്ടാണ് പറയുന്നത് പലപ്പോഴും. സ്വാമി ശരണം അയ്യപ്പ എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ ആ കറക്റ്റ് അവിടെ നട തുറന്ന അയ്യപ്പനെ കാണുന്ന രൂപം മനസ്സിൽ വരാറുണ്ടോ? വേറെ ഒരു ജോലി ചെയ്യുമ്പോൾ വരില്ല. നീ തനിയെ ഇരുന്ന് ചെയ്യുമ്പോൾ വന്നേക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥനാ സമയത്തിരുന്ന് ഏകാഗ്രമായിട്ട്, അവിടെയാണ് ഏകാഗ്രത. ഏകാഗ്രമായിട്ടിരുന്നാലേ അത് കിട്ടും. അപ്പൊ ഏകാഗ്രത ഒരു സമയം ഒന്നിലേ പറ്റുള്ളൂ. പലതിൽ ഏകാഗ്രത വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് കർമ്മയോഗത്തിന്റെ പ്രസക്തി. അപ്പൊ നമുക്കെല്ലാം അത് സാധിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തെയും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അപ്പൊ എന്തായി? ഈ കൃതകൃത്യത എന്നുള്ള സംഗതി അവിടെ വരും. എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടാൻ സാധിക്കും. എങ്ങനെ? എല്ലാം ഭഗവാൻ അർപ്പിച്ച് ചെയ്താൽ. ഇനി അത് പോട്ടെ, ഇനി നമുക്ക് ഇവിടെ എന്താ പറയണേ നോക്കാം. നമ്മൾ വെറുതെ എങ്കിലും നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ പോലും എന്ത് കിട്ടും നമുക്ക്? മനസ്സുഖം കിട്ടാറുണ്ട്. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കേട്ടോ എന്ന് ആ പറയുന്ന പറച്ചിലിൽ തന്നെ ഒരു മനസ്സുഖമുള്ളേ നമുക്ക്. ചെയ്തതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി അടുത്ത എന്താ വെച്ചാൽ നോക്കാം എന്ന് പറയുമ്പോൾ ഒരു മനസ്സുഖമുണ്ടല്ലോ. വെറുതെ പറയുകയാണെങ്കിലും മനസ്സുഖമുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ചുമ്മാ പറയുന്നതാ, എന്നാലും ഒരു സുഖം മനസ്സിലുണ്ട്.
വേദാന്തം പഠിക്കണം എന്ന് ഉള്ളൊരു കാര്യം ആരെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ പറയും കടമകളൊക്കെ തീരട്ടെ എന്നിട്ട് പഠിക്കാം. ഒരുപാട് കടമകൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്, അതിനിടയ്ക്കൊക്കെ വേദാന്തം പഠിക്കാൻ പോയാൽ ശരിയാകത്തില്ല. ആ പറച്ചില് കടലിലെ തിര ഒഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറയുന്ന പോലെയാണ്. തിര ഒഴിഞ്ഞിട്ട് കുളിക്കാം. കടൽ തീരത്ത് ചെന്ന് നിൽക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് കടലിലെ തിരയൊന്ന് കുറയട്ടെ, തിര ഇല്ലാണ്ടാവട്ടെ, അപ്പൊ ഞാൻ കുളിക്കാം. തിര അടങ്ങിയിട്ട് കുളിക്കാം. കുളി ഉണ്ടാവുമോ? ഒരിക്കലും കുളിക്കാൻ പറ്റില്ല. കടലിൽ തിരമാല തീരുന്നൊരു സമയമുണ്ടോ? ഇല്ല, കുളിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് പ്രാരബ്ധം വഴിയാണ്. ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ വരും. ഉള്ള ആയുസ്സിൽ ഈശ്വരൻ അനുവദിച്ചു തന്നിട്ടുള്ള ആയുസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാതെ പറ്റത്തില്ല. അപ്പോ അതിനെ എങ്ങനെ ആ സമയത്ത് ശ്രദ്ധ ഒന്നിലേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ ജോലികളെയും എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഭഗവാനെ, എനിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാനാണ്, ഞാനിതാ അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്യുന്നു, ഇതെല്ലാം അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ധാരാളമായി. അത് തന്നെ വേദാന്തം. അപ്പൊ വേദാന്തം പഠിക്കണമെങ്കിൽ കടമകൾ തീർന്നെല്ലാം ചെയ്ത് തീർന്നിട്ട് വേദാന്തം പഠിക്കാന്ന് പറഞ്ഞാൽ പഠിപ്പ് നടക്കില്ല. ഇപ്പൊ നമുക്ക് എങ്ങനെ സമയം ഉണ്ടായേ? ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് എങ്ങനെ സമയം ഉണ്ടായേ? എന്നാൽ ഒത്തിരി പേർക്ക് സമയം ഉണ്ടായോ? ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇത് വരുന്നുണ്ടോ? അത് കേൾക്കാനൊന്നും വരില്ല. ആർക്കും തീർന്നിട്ടില്ല, എല്ലാവരും. നമ്മൾ പക്ഷെ അതിനകത്ത് സമയം ഉണ്ടാക്കി. മഹാഭാഗ്യം, ഈശ്വരൻ തന്ന വലിയ ഭാഗ്യം. എത്രയോ ജന്മങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ച മഹാഭാഗ്യം. കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ജീവിതത്തിൽ തോന്നുന്നുണ്ടല്ലോ. അതും എന്താ പറയാ, ആഴത്തിലുള്ള ഉപനിഷത്ത് പഠനത്തിലേക്ക്, വേദാന്തത്തിന്റെ ശരിയായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഭാഗമാണ് പഠിക്കുന്നത്. അതിന് സാധിച്ചല്ലോ, മനസ്സവിടെ നിൽക്കുന്നല്ലോ. ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എത്ര നാളായി തുടങ്ങിയിട്ടല്ലേ? നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ആരും വിട്ടുപോയിട്ടില്ല. നിങ്ങളുള്ളവരെല്ലാവരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഞാനും ഉണ്ട്. വലിയ ഭാഗ്യം, ഈശ്വരൻ തന്നിരിക്കുന്ന വലിയ ഭാഗ്യം. അപ്പൊ ഇവിടെ നമ്മൾ കടമകൾ തീരട്ടെ എന്ന് നമ്മൾ വിചാരിച്ചില്ല. അത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. കടമകൾ തീർന്നിട്ട് ഒരിക്കലും ഈശ്വരനെ ഭജിക്കാനായിട്ട് പോകാൻ പറ്റില്ല. കടമ എന്ന് പറഞ്ഞൊരു, കടമകൾ തീർന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ചോദിച്ചാൽ എന്താണ് ഇത്ര വലിയ കടമകൾ എന്ന് പറയണേ? അപ്പോ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് വരും. എനിക്കത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, ആ കുട്ടിയുടെ ആ കാര്യം ചെയ്യണ്ടേ, കുട്ടികളുടെ ഈ കാര്യം ചെയ്യണ്ടേ, ഭാര്യയുടെ ഈ കാര്യം ചെയ്യണ്ടേ, അവരുടെ ബന്ധുക്കളുടെ ഇന്ന കാര്യം ചെയ്യണ്ടേ, അവരുടെ ആരാണ്ടൊക്കെ സുഖമില്ലാണ്ട് കിടപ്പുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ, ഇങ്ങനെ ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ, ഓഫീസിൽ കൂടെ ഉള്ളവരുടെ കാര്യം ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ സമയമില്ല. നമുക്ക് തന്നെ അത്ഭുതം, അയ്യോ ഇയാൾ എങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യുന്നതെന്ന് തോന്നും. അത്രയും വലിയ ലിസ്റ്റാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ ശരിക്കും അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും, അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കടമയിൽപ്പെട്ടതല്ല. നമ്മുടെ കടമയെ തീരുമാനിക്കാൻ നമുക്ക് ഒരു മനഃപക്വത വരണം. മനഃപക്വതയാണ് നമ്മുടെ കടമകളെ തീരുമാനിക്കുന്നത്. ഏതാണ് എൻ്റെ കടമ? ശാസ്ത്രമൊക്കെ പഠിച്ചു വരുമ്പോൾ അറിയാലോ, അങ്ങനെ ഒരു മനഃപക്വത കിട്ടും. എവിടെയാ മനഃപക്വത നമ്മൾ പഠിച്ചേ? വിവേകം വന്ന് മനഃപക്വത വരണം. അപ്പോഴാണ് വൈരാഗ്യത്തിലേക്കും കിടക്കുന്നല്ലേ. അപ്പൊ ആ മനഃപക്വത, അതിനാണ് ഈ പറഞ്ഞ സാധനകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു മനഃപക്വത വരും. മനഃപക്വത വന്നാലേ എൻ്റെ ശരിയായിട്ടുള്ള കടമ ഏതാണെന്നും ഞാനിപ്പോ എൻ്റെ കടമയാണ് എന്ന് വിചാരിച്ച് സമയം മുഴുവൻ കളയുന്നത് എന്തിനാണെന്നും തിരിച്ചറിയാൻ പറ്റും. ഇപ്പോ ഒരു സംഭവം നടക്കുന്നു, ഇപ്പൊ തന്നെ ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെയാണ് അവരെ നടത്തുന്നത്. എല്ലാവരും പറഞ്ഞു വൈകുന്നേരം വരണം കേട്ടോ, 7:30 മുതൽ 9:30 വരെ ഇന്ന പരിപാടിയാണ്, വരണം എന്ന് പറഞ്ഞു. വളരെ ലൗക്യമാണ്, എല്ലാവരായിട്ടും ലൗക്യമാണ്. അയ്യോ അതെന്റെ കടമയല്ലേ, ഞാൻ പോയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ് സാധാരണ നിലയ്ക്ക് 99%. എൻ്റെ കൂട്ടുകാരാണ്, അതെന്റെ കടമയല്ലേ.
ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോ ഈ സമയത്ത് നമ്മൾ വേദാന്തം പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്നത് ഈ വേദാന്ത പഠനമാണ്. അല്ലാതെ ഇപ്പോ അവിടെ ചെന്ന് ആ 2 മണിക്കൂർ ആ പ്രോഗ്രാം കാണൽ എന്നെ ഒരിക്കലും ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നയിക്കില്ല. ഇനി അവർ പിണങ്ങിയാലോ? ഇല്ല, അവരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാലോ. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ എൻ്റെ ഒരു വേദ പഠന ക്ലാസ് ഉണ്ട്, അതെനിക്ക് ഈ സമയത്താണ്, അതുകൊണ്ട് വെരി സോറി. ഇങ്ങനെ ആ പക്വതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ജീവിതത്തിൽ ധാരാളം സമയം നമുക്ക് ഈശ്വരനെ സ്മരിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിക്കാൻ സമയം കിട്ടില്ല. എല്ലാം നമ്മുടെ കടമയല്ല. ആ മനസ്സിന്റെ പക്വത, ഓരോ മനസ്സിലെ പക്വത അനുസരിച്ച് വേണം അത് തീരുമാനിക്കാൻ. അപ്പൊ സാഹചര്യങ്ങളല്ല. പലരും പറയും സാഹചര്യങ്ങളാണ് ഈ കടമ. അല്ലല്ല, സാഹചര്യങ്ങളല്ല കടമ. സാഹചര്യങ്ങളിൽ പക്വതയോടുകൂടി വേണ്ടതെ സ്വീകരിച്ച് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയണം. അവിടെയാണ് വിജയം. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളെല്ലാം എൻ്റെ കടമയല്ല. തെറ്റാണത്. അങ്ങനത്തെ ധാരണ തെറ്റാണ്. അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് സഹായിക്കത്തില്ല. കടമകളെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. ഈശ്വര ചിന്തനത്തിന്, ഈശ്വര ആരാധനയ്ക്ക് സമയം കണ്ടെത്തണം. അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് സമയമില്ല, സമയമില്ല, സമയമില്ല. എന്തിനാണ് സമയമില്ലാത്ത? ഈശ്വര സ്മരണയ്ക്ക് മാത്രം. കഴിക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുന്നുണ്ട്, എല്ലാവരും ആവശ്യത്തിന് എന്റർടൈൻമെന്റും ഉണ്ട്, യാത്രകളും പോകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സമയമില്ലാത്തതിന് ഒറ്റ കാര്യമുള്ള സമയമില്ലാത്തത് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഈശ്വരനെ സ്മരിക്കാൻ, എൻ്റെ ഉള്ളിലുള്ള ഈ ശക്തിയെ, എന്നെ ചലിപ്പിക്കുന്ന ഈ സർവപ്രപഞ്ചത്തെയും ഉണർത്തി നിർത്തിയിരിക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, എല്ലാവരിലും ജീവനായി പ്രകാശിക്കുന്ന ആ പരമാത്മ ശക്തിയെ, ആ ഈശ്വരനെ ഒന്ന് സ്മരിക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഇത്ര വലിയ തെറ്റാ. നമ്മുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് വേണം നമ്മൾ മനസ്സിലേക്ക് പക്വത കൊണ്ടുവരാൻ. നമ്മളെല്ലാവരും സമയം കാണുന്നവരാണ്, നമ്മളെല്ലാം പറയുന്നത്. ഇതല്ലാതെ സഞ്ചരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും നമുക്ക് പോകാൻ പറ്റും എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനിയും എനിക്ക് സമയം കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഇത്രയും പ്രായമായി, എൻ്റെ കുട്ടികളൊക്കെ എന്നെ വഴിക്കായി, അവർ കല്യാണം കഴിഞ്ഞു, അവർ ഫാമിലിയായി, അവർ ജോലിക്ക് പോയി തുടങ്ങി, അവരുടേതായ ഏർണിങ്സ് അവർക്കുണ്ട്, അവരവരുടേതായ കാര്യം നോക്കുന്നു. ഇപ്പൊ ഞാൻ എന്തിനാ കൂടുതൽ സമയം കളയണേ? ഞാൻ യാത്രകൾ പോകുന്നു, ഇല്ലേ? വയസ്സാങ്കാലത്ത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ എല്ലായിടത്തും പോയേ പറ്റുള്ളൂ. എല്ലാം ഇപ്പൊ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നതിന് ആരും വിഷമം വിചാരിക്കരുത്, എല്ലാവരും ഇപ്പൊ യാത്രയിലാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. യാത്ര, തീർത്ഥാടനം നല്ലത് തന്നെ. തീർത്ഥാടനം, തീർത്ഥങ്ങളിൽ പോയി കുളിക്കുക, പാപം ദൂരീകരിക്കപ്പെടുക, ഇതൊക്കെ നല്ലത് തന്നെ. അതുകൊണ്ടൊന്നും അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ജ്ഞാനം കിട്ടാതെ കണ്ട് മോക്ഷം ലഭിക്കില്ല. മോക്ഷം എന്നാൽ ജ്ഞാനം, ജ്ഞാനം എന്നാൽ അജ്ഞാനത്തെ നീക്കൽ. അതുകൊണ്ട് അജ്ഞാനം നീങ്ങുമോ? നീങ്ങില്ല. അറിവ് കൊണ്ടേ അജ്ഞാനം നീങ്ങൂ. എത്ര എവിടെയൊക്കെ പോയാലും, കൈലാസത്തിൽ പോയി തൊഴുതിട്ട് വന്നാലും അജ്ഞാനം നീങ്ങത്തില്ല. അതിന് വേറെ ഒരു എന്താ പറയുക, ഒരു സാധനയുടെ ഭാഗമായിട്ട് മാത്രമേ ഇത് വരുള്ളൂ. അല്ലെങ്കിൽ പുണ്യസമ്പാദനം എന്ന് കൂട്ടാം. പുണ്യം സമ്പാദിച്ചു. പുണ്യം സമ്പാദിച്ച എന്താണ്? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, പുണ്യം സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ധാരാളം ദാനം ചെയ്യുന്നു, ധാരാളം അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവിടെയൊക്കെ ചെയ്യുമ്പോഴും ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പൊ പുണ്യം ഉണ്ടാവും. സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം സമ്പാദിക്കും. പുണ്യം സമ്പാദിച്ച എന്താ? പുണ്യത്തിന് എന്താ കിട്ടുക? സുഖം. പാപത്തിന് കിട്ടുന്നത് ദുഃഖം. സുഖവും ദുഃഖം എങ്ങനെയാ വരിക? സുഖവും ദുഃഖം കിട്ടുന്നത് ജന്മങ്ങളിൽ കൂടിയേ വരുള്ളൂ. ജീവന് ജന്മം വരണം, അപ്പോഴാണ് സുഖവും ദുഃഖവും വരുന്നത്. അപ്പൊ എന്തായി? വീണ്ടും സംസാര സാഗരത്തിലേക്ക് വരും. അല്ലെങ്കിൽ സുഖം പുണ്യം മാത്രമാണെങ്കിൽ ദേവലോകത്തേക്ക് പോകും. അപ്പോഴും അവിടെ
ദേവശരീരം കിട്ടും. മനുഷ്യ ശരീരമല്ല, സൂക്ഷ്മ ശരീരത്തിന് അവിടെ കിട്ടുന്ന ശരീരം ദേവശരീരം. മനുഷ്യ ഇവിടെ മൃത്യുലോകത്തിൽ ഇതാണ്, ഭൂമിയാണ് മൃത്യുലോകം. മൃത്യുലോകത്തിൽ എന്ത് കിട്ടും? നമ്മളിപ്പോ കാണുന്ന ഈ മനുഷ്യ ശരീരം കിട്ടും. അല്ലെങ്കിൽ പാപം കൂടുതലാണെങ്കിൽ ജന്തുക്കളുടെ ശരീരം കിട്ടും. പക്ഷെ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഈ ശരീരം കിട്ടാതിരിക്കാനുള്ള വഴിയാ നോക്കുന്നത്. അവസാനത്തെ മരണമായിരിക്കണം ഇപ്രാവശ്യത്തെ മരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ. അതിന് ജ്ഞാനം വേണം. അപ്പൊ എന്താ പറയുന്നത്? ജ്ഞാനം വരണമെങ്കിൽ മനപക്വതയോടുകൂടി എന്റെ കടമകളെ, ഇല്ലാത്ത കടമകളെയൊക്കെ കയറ്റി വെച്ചിരിക്കുന്നതിനെയൊക്കെ മാറ്റിവെച്ച് ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കണം. സമയം കണ്ടെത്താൻ പറ്റും, ഉറപ്പാണ്. കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. പല കാര്യങ്ങളിലും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. എന്തെല്ലാം ഒഴിവാക്കാനുണ്ടെന്നറിയാവോ? ധാരാളം ഒഴിവാക്കാനുണ്ട്. ചുമ്മാ ഉള്ള സംസാരം, ചുമ്മാ വല്ലവരുടെയും കാണുമ്പോ എന്തായി, മറ്റേ അയാളുടെ കാര്യം എന്തായി, ഇയാളുടെ കാര്യം എന്തായി, ഒന്നും അറിയാനില്ല. ഇനി എന്തറിയാൻ? ഏത് സമയത്തും നമുക്ക് ഇവിടെ വിട്ടു പോകേണ്ടി വരും. ഇനി എന്തറിയാൻ? അറിഞ്ഞിട്ടെന്ത്? മാറണം, ഇതിൽ നിന്നൊക്കെ മാറണം. മാറിയേ പറ്റൂ. ഏകാന്തമായിട്ട് ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കണം. ഒന്ന് നോക്കുക, നല്ല സുഖമാണത്. വേറൊന്നും ആലോചിക്കാതെ ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, എൻ്റെ മനസ്സിൽ ഒരു ചിന്തയില്ല, ഞാൻ എന്താ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സുഖമാണെന്നറിയാവോ? അതിനാണ് അവനവനിൽ രമിക്കുക എന്ന് പറയുക. ഈശ്വരനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ ചിന്തിക്കൽ തന്നെയാണ്. ഞാനും ഈശ്വരനും വേറെയല്ല എന്ന് പഠിച്ചല്ലോ. ജീവബ്രഹ്മ ഐക്യം പഠിച്ചില്ലേ? ഒന്നുമില്ല. ഇനിയിപ്പോ ഈശ്വരനെ വിചാരിക്കേണ്ട, വെറുതെ ഒന്നിരുന്ന് നോക്കുക. മനസ്സിലൊരു ചിന്തയും വരാതെ നോക്കുക, ഒന്നും വരാതെ. എന്തെങ്കിലും ചിന്ത വരുമ്പോൾ അതിനെ വിട്ടേക്കുക, അതിനതിൻ്റെ പാട്ടിന് വിടുക. ഇല്ല, ഞാൻ അവിടെ ഈ ചിന്ത എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുക. ഒരു ചിന്തയും വരാൻ അനുവദിക്കാതിരിക്കുക. നല്ല ശ്രമമുള്ള കാര്യമാണ്, പക്ഷെ അതിഭയങ്കര സുഖമാണ്. നല്ല സുഖമാണ്. വെറുതെ ഇരിക്കാൻ ഭയങ്കര സുഖം. അത് അനുഭവിച്ച് പഠിക്കണം. ചുമ്മാ ഇരിക്കുമ്പോൾ ഉള്ള സുഖം അനുഭവിച്ച് പഠിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോ അതാണല്ലോ, സുഖമായിട്ട് ഉറങ്ങിയിട്ടല്ലേ എണീറ്റ് വരുന്നേ. നല്ല സുഖമായിരുന്നു എന്ന് പറയുന്നല്ലോ. ഉണർന്നിരിക്കുമ്പോ അതുപോലെ ചെയ്യാൻ പഠിക്കുക. മെല്ലെ മെല്ലെ പഠിക്കുക. ഒന്നിലിടപെടാതെ, ഒന്നും പറയാതെ, ഒന്നും കാണാതെ, ഒന്നും കേൾക്കാതെ വെറുതെ ഇരിക്കുക. അവനവന്റെ ആത്മാവിലിരിക്കുക. നല്ല സുഖമാണ്. അപ്പോ ഇതൊക്കെ മനപക്വതയിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. സാഹചര്യങ്ങളല്ല ഇത് തീരുമാനിക്കുന്നത്, മനസ്സിന്റെ പക്വതയാണ്. അങ്ങനെ വരുമ്പോ എനിക്കിനി കടമകളൊന്നുമില്ല, എല്ലാം ചെയ്തു തീർന്നിരിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹവും ഇനി ബാക്കിയില്ല. പറയാൻ പറ്റുമോ? ഇപ്പോ പറയാൻ പറ്റിയാലോ? ഓക്കെ. എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ മനസ്സിൽ ഇനി ഒരു ആഗ്രഹവും ഇല്ല. ആളുടെ പേരെന്താ? പൂർണ്ണ തൃപ്തൻ. പിന്നെന്താ പറയണ്ടേ? ഒരാഗ്രഹവും ഇല്ല. അതിന്റെ ബാക്കിയുള്ള റിസൾട്ടാണ് രാഗദ്വേഷങ്ങളില്ലായ്മ. ഒരാഗ്രഹവും ഇല്ലെങ്കിൽ എന്താ? ഒന്നിനോടും അത് വേണം എന്നുള്ള രാഗമില്ല. വേണം എന്നുള്ള വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോ ദ്വേഷം ഉണ്ടാകുന്നത്. അപ്പോ വേണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ദ്വേഷവും ഉണ്ടാകില്ല. ഒരു സാധനം കാണുമ്പോൾ അത് വേണം എന്ന് തോന്നുമ്പോൾ രാഗമായി. പിന്നെ ദ്വേഷം എന്താണ്? ഒന്നിനെ കാണുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നൊരു തോന്നൽ വന്നാലോ, അവിടെയും ദ്വേഷമായി. ഇത് രണ്ടും വരരുത്. എല്ലാത്തിനെയും സമമായി കാണണം. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ അതുണ്ടാവും, ഉറപ്പായിട്ടും നമുക്ക് ദേഷ്യം വരില്ല, ദ്വേഷം ഉണ്ടാവത്തില്ല. അവിടെ രാഗം വരുമ്പോഴാണ് ദ്വേഷം കൂടെ വരുന്നത്, അല്ലാതെ വരില്ല. വെറുതെ ഇരുന്ന് ദേഷ്യപ്പെടുക ആരെങ്കിലും? ചുമ്മാ ഇരുന്നുകൊണ്ട് ദേഷ്യപ്പെടുകയില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. ആ കാര്യം മിക്കവാറും എനിക്ക് ഇഷ്ടമില്ലാത്തതിലേക്ക് വരുമ്പോഴാണ് ദേഷ്യം എന്നൊരു സംഭവം വരുന്നത്. ഇഷ്ടമുള്ളതിനോട് ദേഷ്യം വരില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോഴും ദേഷ്യം വരില്ല. അപ്പൊ രാഗമാണ് ആദ്യം വരുന്ന ആള് രാഗമാണ്, പിന്നീടാണ് ദ്വേഷം വരുന്നത്. സാഹചര്യത്തിനോട് ദ്വേഷം വരും. നമ്മളൊരാളുടെ ഒരു സാധനം കണ്ടു, അത് നമുക്ക് കിട്ടണം തോന്നി, അയാൾ തരുന്നില്ലെങ്കിൽ അയാളുടെ ദേഷ്യം വരും. ഇങ്ങനെ ആ ദേഷ്യം പലതരത്തിൽ വരാം. രാഗത്തിനെ പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ പലതരത്തിലും ദേഷ്യം വരാം. അത് ഏത് തരത്തിലും ഇല്ല, പലതരത്തിലും വരാം.
അപ്പൊ ദ്വേഷം അവിടെ ഉണ്ടാകും. പിന്നെ അല്ലാതെ തന്നെ ഇനി ഈ പറഞ്ഞ മാതിരി അല്ലാതെ വെറുതെ എങ്കിലും ചിലപ്പോ ഒരാളെ ഇഷ്ടമല്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു തോന്നല്, അതും പാടില്ല. ആ രാഗദ്വേഷവും പോകണം. ഒരു ആഗ്രഹവും മനസ്സിൽ പാടില്ല, രാഗം പാടില്ല, ദ്വേഷവും പാടില്ല. അങ്ങനെ വരുമ്പോ എന്തായി? അടുത്ത വരി. അപ്പോ ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം. ഒരാഗ്രഹവുമില്ല, ഒരു രാഗദ്വേഷവും എന്നിലില്ല. അപ്പോൾ വിമുക്തോഹം, ഞാൻ മോചിതനാണ്, ഞാൻ എല്ലാത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു, ബന്ധനസ്ഥനല്ല, എന്നെ ഒന്നും ബന്ധിപ്പിക്കുന്നില്ല, ബന്ധനസ്ഥനല്ല. എവിടെന്നാണ് ബന്ധനം മാറിയത്? എവിടെന്നാണ് ഞാൻ മോചിതനായത്? ഭവഗ്രഹാത്. ഭവഗ്രഹാത്. ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത്. സംസാരത്തിന്റെ പിടിയിൽ നിന്ന്. ഭവ സംസാരം, ഭവഗ്രഹാത് സംസാരത്തിന്റെ പിടി, ഭവഗ്രഹാത് സംസാരത്തിന്റെ പിടിയിൽ നിന്ന്. എന്താണ് സംസാരം? ഷഡ്രിപുക്കള്, കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ, അല്ലേ? അതാണ് സംസാരം. അതിൽ നിന്നെല്ലാം ഞാൻ ഇപ്പോൾ മുക്തനായിരിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞപ്പോ? ധന്യോഹം കൃപകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത്, അത്രയും പറഞ്ഞു. ഇനിയോ നിത്യാനന്ദസ്വരൂപോഹം. ഇവിടെയാണ്, അവിടേക്ക് എത്തി. ഞാൻ എപ്പോഴും ആനന്ദസ്വരൂപനായിരിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞേ, ഒരാഗ്രഹവുമില്ല, രാഗവുമില്ല, ദ്വേഷവുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ആനന്ദത്തിലാണ്, സമാധാനമായി ആനന്ദത്തിലിരിക്കുന്നു. അതാണ് ആനന്ദം. ഒന്നിനോടും ആഗ്രഹവുമില്ല, ഒന്നിനോടും രാഗദ്വേഷവും ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആനന്ദം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഈ തുള്ളിച്ചാടലല്ല ആനന്ദം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം, അതിന് നമ്മൾ പഠിച്ചു. മോദ പ്രമോദ എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ പഠിച്ചു നമ്മൾ. അതൊന്നുമല്ല ആനന്ദം എന്നും നമ്മൾ അവിടെ പഠിച്ചു. ഒരു വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്നു, പിന്നെ അത് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നു, പിന്നെ അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള അനുഭവങ്ങളെ നമ്മൾ പറഞ്ഞു. അതൊന്നുമല്ല ആനന്ദം എന്ന് നമ്മൾ എവിടെ പഠിച്ചു? ആനന്ദമയ കോശം കടക്കാൻ നേരത്ത് പഠിച്ചു. അപ്പോ അതെല്ലാം കടന്നിട്ടുള്ള നിത്യാനന്ദ സ്വരൂപനാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴും ആനന്ദം മാത്രമേ എനിക്കുള്ളൂ. കാരണം ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവസാഗര, എല്ലാം പറഞ്ഞു. അപ്പോ എപ്പോഴും ആനന്ദ സ്വരൂപനായി ഞാൻ ഇരിക്കുന്നു. അടുത്തത് എന്താ പറഞ്ഞേ? പൂർണോഹം അഹം പൂർണ്ണ, ഞാൻ മനസ്സ് നിറഞ്ഞവനായിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇരിക്കുന്നു? മനസ്സ് നിറഞ്ഞവനായിരിക്കുന്നു. മനസ്സ് നിറയുക, എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അത് തന്നെ മോക്ഷം. അതുകൊണ്ടാണ് ജ്ഞാനദാനം അന്നദാനത്തെക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നു. ജ്ഞാനദാനം, അറിവ്, ഒരാൾക്കൊരു അറിവ് കൊടുക്കല് അന്നദാനത്തെക്കാട്ടിലും മഹാദാനം. അന്നദാനം കൊണ്ട് എന്താ സംഭവിക്കുക? ഒരാളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ മാത്രമേ സാധിക്കൂ. ഒരാളുടെ ശരീരത്തെ സംരക്ഷിച്ച് നിലനിർത്താം അന്നദാനം. അതിൽ കൂടുതലൊന്നും അന്നദാനത്തിന് ചെയ്യാൻ പറ്റില്ല. അതിന് തന്നെ മഹാദാനം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് അലോട്ട് ചെയ്തിരിക്കുന്ന, ഒരു മനുഷ്യന് ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന സമയം ഈ ശരീരത്തിനകത്ത് നിന്നുകൊണ്ട് വേണം അയാൾക്ക് ജീവിക്കാൻ. അങ്ങനെ അയാളെ ആ ഈശ്വരൻ അനുവദിച്ച സമയം ജീവിക്കാൻ, ഈ ശരീരം നിലനിൽക്കുവാനായിട്ട് ഒരു അന്നദാനം ചെയ്താൽ അത് മഹത്തരം, സംശയമില്ല കാര്യത്തിൽ. അതിനാണ് അന്നദാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ശരീരത്തെ നിലനിർത്താൻ, ആ ആത്മാവിന് വസിക്കാനായിട്ട് ആ ശരീരത്തെ നിലനിർത്തി കൊടുക്കാൻ. ആത്മാവിന് അവിടെ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ആ ആത്മാവിന് പൂർവജന്മങ്ങളിലുള്ള കർമ്മങ്ങൾ, അതിനെ ആത്മാ എന്നുള്ള സ്വയം തിരിച്ചറിയാതെ അജ്ഞാനത്തിൽ കൂടി ആത്മാ കടന്നു വന്ന് ഞാൻ എന്നുള്ള ധാരണ ജീവനായി മാറി, ജീവൻ എന്ന ഒരു ഉറയിൽ കൂടി വന്നിരിക്കുക. അപ്പോ
അതിനെ ഇനി മാറി നമ്മുടെ അന്നദാനം കൊണ്ട് ഈ ശരീരം കുറെ കാലം നിലനിൽക്കേണ്ടിടത്തോളം നിലനിൽന്നാൽ നമ്മൾ അതിനൊരു സഹായം ചെയ്താൽ ഒരു പക്ഷേ ഈ മനുഷ്യനും ജ്ഞാനമുണ്ടായേക്കാം. ഏതു സമയവും ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാമല്ലോ. അതുകൊണ്ടാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത്. കാരണം ഈ ചൈതന്യത്തിന് നിലനിൽക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ശരീരം. അത് അന്നദാനം മഹാദാനം. പക്ഷേ അതുകൊണ്ട് മോക്ഷം കിട്ടുമോ? അന്നദാനം കൊടുത്ത് ഒരു ശരീരത്തെ നിലനിർത്തിയത് കൊണ്ട് ദാതാവിനും മോക്ഷം കിട്ടില്ല, അനുഭവിക്കുന്ന ആൾക്കും മോക്ഷം കിട്ടില്ല. രണ്ടുപേർക്കും മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വന്നേ തീരൂ, അറിവ് വന്നേ തീരൂ. എന്താണ് അറിവ്? അയം ആത്മാ ബ്രഹ്മ, ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് തിരിച്ചറിവുണ്ടായി, ജീവബ്രഹ്മ ഐക്യമുണ്ടായി, മനസ്സ് നിറഞ്ഞ് ഒരാഗ്രഹവുമില്ലാതെ ഒരു രാഗദ്വേഷവുമില്ലാതെ ഇരിക്കുന്ന അജ്ഞാനം നീങ്ങിയ അവസ്ഥ. അജ്ഞാനം സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് അജ്ഞാനം? ഞാൻ ശരീരമാണെന്നുള്ള വിചാരം. അത്രേ ഉള്ളൂ അജ്ഞാനം. അത് മാറിയാലോ ഞാൻ ആരാണ്? ഞാൻ സത് ചിത് ആനന്ദം ആണ്. സത് ഉണ്ട്, ചിത് അറിവ്, ആനന്ദമായിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞേ? അപ്പോ ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത് നിത്യാനന്ദ സ്വരൂപോഹം പൂർണോഹം ത്വദനുഗ്രഹാത്. അവിടെയാണ്, അതാണ് ഏറ്റവും ഭംഗിയായിട്ട് പറയാണ്. ത്വത് അനുഗ്രഹാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ. ശിഷ്യൻ ഗുരുവിനോട് പറയുന്നു, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ ധന്യനായി, ഞാൻ കൃതകൃത്യനാണ്, ഞാൻ ബന്ധനത്തിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഭവസാഗരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇതാ ആനന്ദ സ്വരൂപനായി ഇരിക്കുന്നു, ഞാൻ ഇത് പൂർണ്ണനാണ്, ഞാൻ പൂർണ്ണനാണ്. എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്, എനിക്കിനി ഒന്നും വേണ്ടതായിട്ടില്ല, എല്ലാം ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞു, ഞാൻ ധന്യനാണ്. അങ്ങനെ ഒരു മനോനിലയാണ് ഈ വിവേക ചൂടാമണി മുഴുവൻ ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഉപദേശം കിട്ടി, ഉപദേശം കൊണ്ട് മനസ്സിലാക്കിയപ്പോ ശിഷ്യന്റെ മനോനില ഇതാണ് എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്. നമ്മളും അങ്ങനെ ആവണ്ടേ? ആകണം. ഇതുപോലെ പറയാൻ സാധിക്കണം. ആരോട്? ഭഗവാനോട്. ഭഗവാനെ, എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായി, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി, ഞാനിത് മനസ്സിലാക്കി, ധന്യോഹം, നമുക്ക് പറയാൻ വലിയ കുഴപ്പമില്ല. കൃതകൃത്യോഹം, അവിടെ വരുമ്പോൾ നമ്മൾ പെട്ടുപോകും. വിമുക്തോഹം, അതിലും കൂടുതൽ പെട്ടുപോകും. ഭവഗ്രഹം, അതൊരു രക്ഷയില്ല, അവിടെ തന്നെ കിടക്കുക, ഭവസാഗരത്തിൽ തന്നെയാണ്, രക്ഷയില്ല. നിത്യാനന്ദ സ്വരൂപം, നോക്കണ്ട, അടുത്തെങ്ങും നോക്കണ്ട, ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ആനന്ദം. പൂർണോഹം, അതുമല്ല. അപ്പൊ എന്താണ്? അങ്ങയുടെ അനുഗ്രഹം, അങ്ങ് അനുഗ്രഹം തന്നെങ്കിലും ആ അനുഗ്രഹത്തെ വേണ്ട രീതിയിൽ സ്വീകരിച്ച് അങ്ങ് പറഞ്ഞ രീതിയിൽ ഉയരുവാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അതിന് ഇനിയും ശ്രമിക്കും. നമുക്കിത് പറയാൻ സാധിക്കണം. ആചാര്യസ്വാമിയുടെ മുമ്പിൽ, ഭഗവാന്റെ മുമ്പിൽ പറയണം ധന്യോഹം. ഈ ശ്ലോകം നമ്മൾ പറയേണ്ടതാണ്, അല്ലേ? നമ്മൾ ശരിക്കും ഗുരുവിനോട്, ഭഗവാനോട് ഇത് പറയണം. വിവേക ചൂടാമണിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാം വീണ്ടും വീണ്ടും കേട്ടെല്ലാം ഉറപ്പിച്ച് വലിയ വലിയ ഈ മുതല പിടിച്ച പിടികളിൽ നിന്നൊക്കെ വിട്ട് മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അത് കാണണം, ഇത് കാണണം, അത് തിന്നണം, ഇത് തിന്നണം, ഇതിൽ നിന്നൊക്കെ മനസ്സിനെ വിട്ട് ആ ഡ്രസ്സ് ഇടണം, ഈ ഡ്രസ്സ് ഇടണം, ഇതിൽ നിന്നൊക്കെ വിട്ട് പൂർണ്ണ സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ ഒരു മനോനില, ഇവിടെ ശിഷ്യൻ പറഞ്ഞ ഈ മനോനിലയിലേക്ക് ഉയരാൻ ഭഗവാൻ ബാബ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശങ്കരാചാര്യസ്വാമികൾ കൂടെ ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം, ഇവരൊക്കെ മഹാത്മാക്കളെല്ലാം അന്തരീക്ഷത്തിലുണ്ട്, അവരന്തരീക്ഷത്തിലുണ്ട്. അവർ ശരീരം വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ ചൈതന്യം അന്തരീക്ഷത്തിലുണ്ട്. ആ ചൈതന്യം കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നതെങ്കിൽ, പഠിക്കണമെന്ന് തോന്നുന്നത് പോലും ആ ചൈതന്യത്തിന്റെ ഒരു പ്രഭാവം കൊണ്ടാണ്. അപ്പോ തീർച്ചയായിട്ടും ആ ചൈതന്യത്തിനോട്, സാക്ഷാൽ ശങ്കരാചാര്യസ്വാമിയുടെ ആ ചൈതന്യത്തിനോട് പ്രാർത്ഥിക്കുക, അങ്ങയുടെ ചൂടാമണി എൻ്റെ ചൂടാമണിയായി മാറട്ടെ. എനിക്ക് ഈ ജന്മത്തിൽ തന്നെ
സാക്ഷാത്കാരം ലഭിക്കട്ടെ, ഈശ്വരപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. ഒരു 3-4 ശ്ലോകങ്ങളും കൂടി ഉണ്ട്, ഇത് തീരാറായില്ല. 3-4 ശ്ലോകങ്ങളും കൂടെ 1-2 ക്ലാസ്സും കൂടെ ഉണ്ട്. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം. 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 സായിറാം സർ. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം. സായിറാം.